ഹായ്, അപ്പോൾ നമ്മളെ കലാപരിപാടി ഉച്ചയ്ക്കുള്ള കലാപരിപാടി കേട്ടോ. അപ്പം ബീഫ് ഫ്രൈ ആട്ടോ റെഡിയാക്കുന്നത്. അപ്പം ബീഫൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ട് അതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ ഒരു കറക്റ്റ് വേവായിട്ട് കിട്ടുക. അപ്പോൾ അത് ഫ്രൈ പാനിലിട്ട് നല്ല വറ്റിച്ചെടുക്കുന്നതാട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഒരു വെറും കുരുമുളക് പൊടിൻ്റെ ഒരു ടേസ്റ്റാട്ടോ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അതിലോട്ട് വെളുത്തുള്ളി ഞാൻ കൂടുതലായിട്ട് കറിയൊക്കെ റെഡിയാക്കുന്നേരം കൂടുതലായിട്ട് ഇടുന്നൊരു കാര്യം കേട്ടോ. വെളുത്തുള്ളിയും കറിവേപ്പില അതുപോലെ കുരുമുളക് ഇടുന്നതാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടുതലായിട്ട് ഇടാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ നല്ലതുപോലെ ബീഫ് വറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഈ കുരുമുളകൊക്കെ ഇട്ടിട്ട് അതുപോലെ വെളുത്തുള്ളി ചതച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റിലേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതുപോലെ എന്നിട്ട് ഈ ഒരു ഗ്രേവിയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ തിക്കായിട്ടൊന്ന് എന്താ പറയുക ഒരു ബീഫിൽ പിടിക്കുന്ന രീതിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് റെഡിയാക്കുന്നതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചാനലിലിടാം കേട്ടോ. അപ്പോൾ നല്ല നമ്മളെ ഉച്ചക്കുള്ള ബീഫ് ഫ്രൈ റെഡി ആട്ടോ. അപ്പോൾ ഒന്ന് ചോറും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ വറവായിട്ട് ചീര വറവുണ്ട്, അതുപോലെ സാമ്പാറുണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മോള് ഉറങ്ങാൻ പോകുന്നതായിരുന്നു, ചെറിയ മോളുണ്ടായിരുന്നു. അപ്പോൾ മോള് ഉറങ്ങാൻ പോകുന്നവരുള്ള ഒരു സൗണ്ടൊക്കെ ആയി കേൾക്കുന്നത് കേട്ടോ. അപ്പം ബീഫും കൂട്ടിയിട്ട് ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ കേട്ടോ. തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ ആയ ഒരു കടിക്കാൻ കിട്ടുന്നതിന് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.